നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഉത്തർപ്രദേശിലുണ്ടായ വർഗീയ സംഘർഷങ്ങളിൽ 200-ലധികവും നടന്നത് അടുത്ത മാസങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട 12 നിയമസഭാ മണ്ഡലങ്ങളിലാണെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ കണ്ടെത്തൽ. മണ്ഡലങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ നടന്ന സംഭവങ്ങൾ കൂടി കണക്കിലെടുത്താൽ 400-ലധികം വർഗീയ സംഘർഷങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ദളിത് വംശജരും മുസ്ലിങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന പ്രദേശങ്ങളിലാണ് വർഗീയമായ ചേരിതിരിവിലേക്ക് നയിക്കുന്ന പ്രകോപനപരമായ സംഭവങ്ങൾ ഏറെയും ഉണ്ടായിട്ടുള്ളത്. BJP, SP, BSP എന്നീ പാർട്ടികൾക്ക് ഈ പ്രകോപനം സൃഷ്ടിക്കുന്നതിൽ കാര്യമായ പങ്കുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പശ്ചിമ യുപിയിലെ ഷാജഹാൻപൂർ നഗർ, ഖൈറാന, ബിജ്നൂർ, താക്കൂർവാഡ, ഗൗതം ബുദ്ധ നഗർ എന്നീ മണ്ഡലങ്ങളിൽ മാത്രം 259 വർഗീയ സംഘർഷങ്ങൾ ഈ 2 മാസങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഈ കുപ്രചരണങ്ങളുടെ പേരിലാണ് മൊബിലൈസേഷൻ ഉണ്ടായിരിക്കുന്നത്. അതിൽ ചില സ്ഥലങ്ങളിൽ ചില റൈറ്റ് വിങ് ഓർഗനൈസേഷനുകളുടെ പങ്കുകൾ ഞാൻ കാണാനുണ്ട്, ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. സോ അത്തരത്തിലൊരു ഡിസൈൻ ഇതിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുമാനം. അതായത് ഇപ്പോൾ യുപിയിൽ നടക്കുന്നതും നടക്കാൻ സാധ്യതയുള്ളതുമായ പ്രശ്നങ്ങൾക്ക് ഒരു ഗൂഢാലോചനയുടെ ഒരു പരിവേഷം ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഉള്ള ഒരു നിഗമനം. ഞങ്ങൾ ആ രീതിയിലാണ് ഞങ്ങളുടെ സ്റ്റോറികളും അതിനനുസരിച്ചുള്ള തെളിവുകളും സഹിതമാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ നിസ്സാരമായ തർക്കങ്ങളിൽ നിന്നാണ് വർഗീയ സംഘർഷങ്ങൾ തുടങ്ങുന്നതെന്നും ഒരു വിഭാഗം മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമം നടത്തുകയാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. പശ്ചിമ യുപിയിൽ കഴിഞ്ഞ വർഷം വർഗീയ സംഘർഷം നടന്ന മുസഫർനഗർ മേഖലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12-ൽ 11 സീറ്റും വിജയിച്ചത് BJP ആണ്. തെരഞ്ഞെടുപ്പുകളെ മുൻനിർത്തി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിക്കുക എന്ന ലക്ഷ്യത്തോടെ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണ് ഈ വർഗീയ സംഘർഷങ്ങളെന്നാണ് സാമൂഹ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. മീഡിയ 1, ഡൽഹി.